بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഇൻഷിഖാഖ് 16 മുതൽ അവസാനം വരെ അഥവാ 25 വരെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. അതിനുശേഷം പാരായണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഫലാ ഉഖ്സിമു, ഇവിടെ ഫല എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. അലിഫിനെ 4 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഉഖ്സിമു, ഈ പദത്തിൽ ഖാഫിന് സുക്കൂൻ വന്നിട്ടുണ്ട്. ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കണം. അതോടൊപ്പം ഖാഫിന് തഫ്ഖീമും നൽകേണ്ടതാണ്. ഇസ്തിഅലാഇൻ്റെ 7 ഹർഫുകളിൽ പെട്ടതാകുന്നു ഖാഫ്. فلا أقسم بالشفق. ഇവിടെയും അന്ത്യത്തിൽ ഖാഫിൽ വഖഫ് ചെയ്യുകയാണ്. വഖഫിന് വേണ്ടി സുക്കൂൻ വരുന്നു. വഖഫിൻ്റെ സന്ദർഭമായതുകൊണ്ട് ഖൽഖല കുബ്ര നൽകി ഹറക്കത്ത് പോലെ വ്യക്തമായി സുക്കൂനിനെ ചലിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഖാഫിന് തഫ്ഖീമും വരും എന്നതും ശ്രദ്ധിക്കുക. തടിപ്പിച്ച് ഖാഫ് ഉച്ചരിക്കുക. ബിശ്ശഫഖ്, ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ്. ഈ പദത്തിൻ്റെ, ഈ വചനത്തിൻ്റെയും അടുത്ത വചനത്തിൻ്റെയും അതിൻ്റെ അടുത്ത വചനത്തിൻ്റെയും ഒക്കെ അന്ത്യത്തിൽ ഖാഫുകൾ വഖഫിൽ വരുന്നു. സുക്കൂൻ ഉള്ള ഖാഫ് അതിൽ വഖഫ് ചെയ്യുന്നു. വഖഫിന് വേണ്ടി സുക്കൂൻ നൽകപ്പെടുന്നു എന്നർത്ഥം. ഈ ഖാഫുകൾക്കൊക്കെയും നേരത്തെ സൂചിപ്പിച്ച ഖൽഖല കുബ്ര എന്ന ഹുക്മ് തന്നെയാണ്. വല്ലൈലി വമാ വസഖ്, ശബ്ദം വ്യക്തമാക്കി ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് ഖാഫിന് തഫ്ഖീം നൽകി തടിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യുക. ഈ വചനത്തിൽ നോക്കൂ, ഖാഫിന് തഫ്ഖീം ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ മറ്റെല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതാണ്. ഒന്നുപോലും ഇസ്തിഅലാഇൻ്റേതില്ലാത്തത് കൊണ്ട് എല്ലാം തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടതാണ്. നേർപ്പിച്ച് ഉച്ചരിക്കുക. വല്ലൈലി വമാ, വല്ലൈലി വമാ എന്ന് പറയരുത്. വല്ലൈലി വമാ വസഖ്, വസഖ് വൽ ഖമരി. ഇവിടെ വീണ്ടും ഖാഫ് ഫത്ഹ് നൽകപ്പെട്ടത് ഉച്ചരിക്കുകയാണ്. വൽ ഖമരി, പൂർണ്ണമായ തഫ്ഖീം നൽകി അതിനെ ഉച്ചരിക്കുക, തടിപ്പിക്കുക. ഇസ്തിഅലാൻ്റെ അക്ഷരമാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. എന്നാൽ ശേഷം മീമ് വരുന്നു. അതുപോലെ ഖാഫിന് മുമ്പിൽ വന്ന അക്ഷരങ്ങൾ ഇവക്കെല്ലാം തർക്കീഖാണ്. ഖാഫിന് മാത്രമാണ് തഫ്ഖീം. ഖാഫിൻ്റെ തഫ്ഖീം മറ്റക്ഷരങ്ങളിലേക്ക് കലരുന്നത് അഥവാ ഖാഫിനെ തഫ്ഖീം ചെയ്യുമ്പോൾ മറ്റക്ഷരങ്ങൾക്കും തഫ്ഖീം നൽകപ്പെടുന്നത് സൂക്ഷിക്കേണ്ടതാണ്. വൽ ഖമരി, ഖമരി വൽ ഖമരി ഇദത്തസഖ്, ഇദത്തസഖ് സൂചിപ്പിച്ച പോലെ ഖാഫിൽ വഖഫ് ചെയ്യുന്നു. ഖൽഖല കുബ്ര നൽകി അതിനെ ഉച്ചരിക്കുക. ലതർകബുന്ന, ഇതിൽ റായിന് തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ച് റായിന് ഉച്ചരിക്കുക. സുക്കൂനും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട ഫത്ഹുമാണ്, അഥവാ സുക്കൂനും തൊട്ടുമുമ്പിൽ ഫത്ഹും വന്നിട്ടുണ്ട്. സുക്കൂനും തൊട്ടുമുമ്പിൽ ഫത്ഹും വന്നതുകൊണ്ട് റായിനെ തടിപ്പിക്കണം, തഫ്ഖീം ചെയ്യുക. ലതർകബുന്ന, ലതർകബുന്ന, നൂൻ മുശദ്ദദയെ മണിക്കണം. ലതർക എന്ന കാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകളുള്ള കാഫ്. ലതർകബുന്ന, നൂൻ മുശദ്ദദ മണിച്ചു 2 ഹറക്കത്തിൻ്റെ അളവിൽ ഉന്നത്ത് നൽകി മണിക്കുക. ത്വബഖൻ, ത്വബഖൻ, ഇതിൽ ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, ഇത്ബാഖിൻ്റെ അക്ഷരമാണ്. തഫ്ഖീം ചെയ്യണം, കടുപ്പത്തിൽ ഉച്ചരിക്കുക. എന്നാൽ ബ നേരെ വിപരീതമായ ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരം. അപ്പോൾ ത്വബഖൻ, ശേഷം ഖാഫും വരുന്നു. അതിനും തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാൻ്റെ ഹർഫാണ്. ത്വബഖൻ, ത്വബഖൻ അൻ ത്വബഖ്. ത്വബഖൻ എന്നതിലെ തൻവീൻ, അതിനുശേഷം ഐന് വരുന്നു. ഇവിടെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ തൻവീനിനെ ഉച്ചരിക്കണം.
ത്വബഖ്, ഇതിൽ സാക്കിനത്തായ നൂനും ശേഷം ത്വാവുമാണ്. ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം. ശേഷം ത്വാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമായതുകൊണ്ട് മണിക്കലിലും തഫ്ഖീം വേണം. ത്വബഖ്, നൂന് ക്ലിയറാക്കി വ്യക്തമാക്കി പറയരുത്, അവ്യക്തമാക്കി ഉച്ചരിക്കുക. ആ മണിക്കലിൽ തടിപ്പിച്ചുകൊണ്ട് തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുക. കാരണം ശേഷമുള്ള അക്ഷരം ഇസ്തിഅലാൻ്റെ ത്വ ആണ്, തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് എന്നതുകൊണ്ട്. فما لهم لا يؤمنون. فما لهم സാക്കിനത്തായ മീമും ശേഷം ലാമുമാണ്. സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. فما لهم لا يؤمنون. യുഅ്മിനൂൻ ഹംസ ഷിദ്ദത്തിൻ്റെ ഹർഫാണ്, വ്യക്തമാക്കി ഹംസ ഉച്ചരിക്കണം. അത് യുഅ്മിനൂൻ എന്ന വ്യക്തമായി പോകരുത്. യുഅ്മിനൂൻ. فما لهم لا يؤمنون وإذا قرئ ഖാഫിന് തഫ്ഖീം വരുന്നു. റാ കസ്റായതുകൊണ്ട് തർക്കീഖ് ചെയ്യാൻ നേർപ്പിച്ച് റാവിനെ ഉച്ചരിക്കുക. وإذا قرئ عليهم القرآن ഖാഫ് തഫ്ഖീം ചെയ്യുക. ഖുർആൻ റാഇനും തഫ്ഖീമാണ്. وإذا قرئ عليهم القرآن لا يسجدون. ഈ പദം ശ്രദ്ധിക്കണം. പലപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോകുന്ന ഒരക്ഷരമാണ് സീന് സുക്കൂനായി വരിക, ശേഷം ജീമും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും. പലരും യസ്ജുദൂൻ മസ്ജിദ് എന്നൊക്കെ പറയും. യസ്ജുദൂൻ സീന് സ പോലെ ഉച്ചരിക്കും. അത് തെറ്റാണ്, സൂക്ഷിക്കേണ്ടതാണ്. യസ് എന്ന് വ്യക്തമാക്കി സീനിനുള്ള സഫീർ എന്ന സിഫത്ത് അതൊക്കെ പൂർണ്ണമായി നൽകി വ്യക്തമാക്കി ഉച്ചരിക്കണം. യസ് ലാ യസ്ജുദൂൻ ബലില്ലദീന കഫറൂ റാഇന് തഫ്ഖീം കൊടുക്കുക. ബലില്ലദീന കഫറൂ യുകദ്ദിബൂൻ റാഇന് തഫ്ഖീം കൊടുക്കണം എന്ന് പറഞ്ഞു. മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. ഇതുവരെ നാം പറഞ്ഞ എല്ലാ വചനങ്ങളിലും തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖായിരിക്കും എന്നത് ഓർത്ത് വെക്കുക. ബലില്ലദീന കഫറൂ യുകദ്ദിബൂൻ വല്ലാഹു അഅലമു. വല്ലാഹു ഈ ഇസ്മുൽ ജലാല എന്ന് പറയപ്പെടുന്ന അള്ളാഹ് എന്ന പദം, ഇതിലുള്ള ലാമിനെ തടിപ്പിച്ചുച്ചരിക്കണം, തഫ്ഖീം ചെയ്യണം. അതിൻ്റെ മുമ്പിൽ ഫത്ഹ വന്നതുകൊണ്ട് അപ്പോൾ വല്ലാഹു ലാമ് ഉച്ചരിക്കേണ്ടത് അതിൻ്റെ മഖ്റജിൽ നിന്നാണ്. പലപ്പോഴും ആളുകൾ തെറ്റിക്കുന്ന ഒരു പദമാണിത്. നാവിൻ്റെ അറ്റവും മേലെ പല്ലും ചേർത്ത് വല്ലാഹു എന്ന് പറയും. അത് തെറ്റാണ്. മറിച്ച് നാവിൻ്റെ എവിടുന്നാണോ ലാമ് ഉച്ചരിക്കേണ്ടത് അവിടുന്ന് തന്നെ ഇത് ഉച്ചരിക്കണം. വല്ലാഹു എന്ന് പറയുകയാണ് തഫ്ഖീമില്ലാതെ തർക്കീഖോട് കൂടിയാണ് പറയുന്നതെങ്കിൽ എവിടുന്നാണോ ആ ശബ്ദം വരുന്നത് അവിടെ നിന്ന് തന്നെ വരണം. പക്ഷേ അതിൽ തഫ്ഖീം ഉണ്ടാകും എന്ന വ്യത്യാസം മാത്രം. വല്ലാഹു അഅലമു ബിമാ യൂഊൻ. ഐനുകൾ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. ഫബശ്ശിർഹും റാ സുക്കൂനും തൊട്ട് മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമാണ്. റാഇൻ തർക്കീഖാണ്. ഫബശ്ശിർ എന്ന് നേർപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീം അതിനുശേഷം ബാ ഇങ്ങനെ വന്നതുകൊണ്ട് ആ മീമിനെ ഇഖ്ഫാ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കുക എന്നതാണ് നിയമം. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. ബിഅദാബിൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി. ഈ പദം ശ്രദ്ധിച്ചു നോക്കൂ. അസ്സാലിഹാത്തി സ്വാദ് ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. തഫ്ഖീം ചെയ്യേണ്ട തടിപ്പിക്കേണ്ട അക്ഷരമാണ്. അതിന് അലിഫ് നൽകി ദീർഘിപ്പിക്കുന്നു. ആ ദീർഘത്തിലും തഫ്ഖീം വേണം, തടിപ്പിക്കൽ നിലനിർത്തണം. അപ്പോൾ സ്വാലിഹാത്തി നേർവിപരീതമാണ്. ഹ തർക്കീഖിൻ്റെ അക്ഷരമാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫാണ്.
എന്നാൽ ആ ഹായിനെ ദീർഘിപ്പിക്കുമ്പോൾ ആ ദീർഘത്തിലും തർക്കീഖാണ് അലിഫിന്. അപ്പോൾ സോ ഹ ഈ വ്യത്യാസമാണ് ഉച്ചാരണത്തിൽ വ്യക്തമായി വരേണ്ടത്. അസ്സാലിഹാതി വഅമിലു സ്സാലിഹാതി ലഹും അജ്റുൻ. ലഹും സാക്കിനത്ത് മീം ശേഷം ഹംസ. ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. അജ്റുൻ ഗൈറു. അജ്റുൻ സാക്കിനത്ത് ജീം ഖൽഖല സൂറ നൽകി ജീമിൻ്റെ സുക്കൂനിനെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ചലിപ്പിക്കുക. അജ്റുൻ എന്ന് പറയുന്ന റാഇന് തഫ്ഖീമുണ്ട്, തടിപ്പിക്കണം. അതോടൊപ്പം റാഇൻ്റെ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. അജ്റുൻ ഗൈറു ശേഷം ഗൈനാണ് വന്നത്. ഗൈന് പൂർണ്ണമായും തഫ്ഖീം നൽകേണ്ട ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. അജ്റുൻ ഗൈറു വീണ്ടും റാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം. അജ്റുൻ ഗൈറു മംനൂൻ. മംനൂൻ ഈ പദത്തിൽ ഒരു സുക്കൂനുള്ള മീമുണ്ട്. മം എന്ന ആ സാക്കിനത്ത് മീം അതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അജ്റുൻ ഗൈറു മംനൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فلا أقسم بالشفق والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون